ബട്ടൂര നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണല്ലേ. എന്നത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വീട്ടിൽ ധൈര്യത്തോടു കൂടി ഇത് ഉണ്ടാക്കിയെടുക്കാം. നമുക്കെങ്ങനെ ഇത് തയ്യാറാക്കുന്നത് എന്ന് നോക്കിയാലോ. അതിനുവേണ്ടി ഞാൻ 3 കപ്പ് മൈദ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 കപ്പ് മൈദയുടെ അളവാണ് എല്ലാം പറയുന്നത്. വേറൊരു പാത്രത്തിലോട്ട് 3 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തോ റവ ഇട്ട് കൊടുക്കാം. റവയുടെ മുകളിൽ വരെ നിൽക്കത്തക്ക രീതിയിൽ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു 5 മിനിറ്റ് റവയൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. എടുത്തു വെച്ച മൈദയിലോട്ട് 3 ടേബിൾ സ്പൂൺ കട്ട തൈര് ഇട്ട് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതുപോലെ 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡറാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. അതൊരു 1/4 ടീസ്പൂണിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ, എന്നാൽ 1/2 ടീസ്പൂൺ ഇല്ല കേട്ടോ, അതിട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ട് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. കുതിർന്ന് വന്നിരിക്കുന്ന റവയുണ്ടല്ലോ, അതും കൂടെ ഇതിലോട്ട് അങ്ങിട്ട് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് നല്ലതായിട്ട് ഇളക്കി ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് ചപ്പാത്തിക്കൊക്കെ ആട്ട കുഴച്ചെടുക്കത്തില്ലേ, അതേ രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് പാൽ ഒഴിച്ചിട്ട് ഇതിനെ കുഴച്ചെടുക്കാവുന്നതാണ്. മാവ് ഒത്തിരി ലൂസായി പോയിട്ട് പിന്നെ പൊടി ഇട്ട് കൊടുത്ത് കുഴയ്ക്കാനായിട്ട് നിൽക്കരുത്. കുറേശ്ശെയായിട്ട് വെള്ളമോ പാലോ എന്ത് വെച്ചാൽ ഒഴിച്ച് കൊടുത്ത് ആട്ട കുഴച്ചെടുക്കുന്ന പോലെ നല്ലതായിട്ട് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കുക. മാവ് ഇവിടെ നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് അടച്ച് വെക്കാം. ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഒരു 4 തൊട്ട് 5 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. നല്ലതായിട്ട് അന്നേരം ഇത് പൊങ്ങി വരും. തണുപ്പുള്ള സ്ഥലങ്ങളിൽ 8 മണിക്കൂർ എന്തെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. മാവ് ഇവിടെ നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ നല്ലതായിട്ട് കുഴച്ചിട്ട് നമുക്കിത് ഉരുളകളാക്കി എടുക്കാം. പൂരിയുടെ അത്രയും ചെറിയ ഉരുളകളാക്കി എടുക്കരുത്, ചപ്പാത്തിയുടെ അത്രയും വലിയ ഉരുളകളാക്കി എടുക്കുക. നിങ്ങൾ വറുത്തെടുക്കുന്ന ചീനച്ചട്ടിയുടെ വലിപ്പം അനുസരിച്ച് നിങ്ങൾക്ക് മാവിൻ്റെ വലിപ്പം തീരുമാനിക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമുക്കിതിനെ പരത്തിയെടുക്കാം. ഒത്തിരി പൊടിയിട്ടങ്ങ് പരത്തിയെടുക്കല്ലേ കേട്ടോ. ഞാൻ ആ പൂരിയുടെ വലിപ്പത്തിലാണ് ഇതിനെ പരത്തിയെടുക്കുന്നത്. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ കുറച്ച് തിക്കായിട്ട് വേണം ഇതിനെ പരത്തിയെടുക്കാനായിട്ട്. ഒത്തിരി കനം കുറച്ച് പരത്തിയെടുക്കല്ലേ. ഇവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഓരോന്നായിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരണം. അതുപോലെ അധികത്തിൽ എണ്ണ ചീനച്ചട്ടിയിൽ ഒഴിക്കുകയും വേണം കേട്ടോ. ഇത് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ ഇത് പൊങ്ങി വരും. അന്നേരം സ്പൂൺ വെച്ച് ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ നല്ലതായിട്ട് ഇത് വീർത്ത് വരും കേട്ടോ. എന്നിട്ട് എൻ്റെ മുകളിലോട്ട് എണ്ണ കുറച്ച് കോരി ഒഴിച്ച് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് തിരിച്ച് മറിച്ച് വിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള അടിപൊളി ബട്ടൂരിയാണിത്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടി ഇത് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഞാൻ ഇത് മുറിച്ച് കാണിച്ച് തരാം കേട്ടോ. എൻ്റെ അകഭാഗം എങ്ങനെ ഇരിക്കുന്നതെന്ന്. നല്ല ചൂടാണ് കേട്ടോ. മുറിക്കാൻ നോക്കുമ്പോൾ മുറിക്കാൻ പറ്റുന്നില്ല. കൈ നല്ലതായിട്ട് പൊള്ളുന്നുണ്ട്. ഇതിൻ്റെ അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ നോക്കി ഇതിൻ്റെ അളവുകളൊക്കെ നോക്കി എടുക്കുക കേട്ടോ. മുറിച്ചെടുക്കുമ്പോൾ ഇതുപോലെയാണ് ഉൾഭാഗം ഇരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കുക.